മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനും മഹാലക്ഷ്മിയും ഒരുമിച്ച് യാത്ര ചെയ്ത ആ ഒരു അവസരം തന്നെ തൻ്റെ അച്ഛൻ്റെ പ്രതികാരം നിറവേറ്റണം എന്നുള്ള ആഗ്രഹത്തിൽ കരുണയാണെങ്കിൽ പ്രതാപനെ വിളിച്ച് പറയുന്നുണ്ട്. ഇതുപോലെ രണ്ടുപേരും ഒരുമിച്ചാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം. അത് മനസ്സിലാക്കി പ്രതാപൻ കണ്ണൻ്റെയും മഹിയുടെയും പിന്നാലെയുണ്ട്. പക്ഷേ കണ്ണനും മഹിയും ആരും തങ്ങളുടെ കൂടെയില്ല, തങ്ങൾ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നടന്നൊക്കെയാണ് പോകുന്നത്. ആര് കണ്ടാലും ഇനി തനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അഥവാ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ നാടകം കൂടി അവസാനിപ്പിക്കാമല്ലോ എന്ന സന്തോഷത്തിലാണ് കണ്ണൻ ഇപ്പം മുന്നോട്ട് പോകുന്നത്. എന്നാൽ കണ്ണൻ നടക്കുന്ന കാര്യമൊന്നും ഇതുവരെ പ്രതാപന് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ആ സത്യങ്ങളൊക്കെ അറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ മേഘനാണ്. പക്ഷേ കോമയിലായിട്ട് സത്യങ്ങളൊന്നും ആരോടെയും വിളിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുമായതുകൊണ്ട് തന്നെ സത്യം അറിഞ്ഞിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. എന്തൊക്കെയോ പറയണമെന്ന് ഉണ്ടെങ്കിലും ഉണ്ണിയൊക്കെ കാണുമ്പം അതിനുള്ള ഒരു മുഖമൊക്കെ കാണിക്കുന്നു എന്നല്ലാതെ ഒന്നും തുറന്നു പറയാനാകുന്നില്ല. തോമസ് വൈദ്യരുടെ ചികിത്സയിൽ മാത്രമേ ഇനി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകൂ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ സാഗറിനെയും അതുപോലെ മഞ്ജുവിനെയും കുത്തുവാക്കുകൾ കൊണ്ട് സ്വത്ത് മാത്രം മോഹിച്ചാണ് മഞ്ജുവിനെ വിവാഹം കഴിച്ചതെന്നും സ്വത്ത് മാത്രം മോഹിക്കുന്ന ഒരു ദുഷ്ടനാണെന്നുള്ള രൂപത്തിനൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും സ്വത്തും പണമൊന്നും ആഗ്രഹിക്കാത്തവരാണല്ലോ, അതുകൊണ്ടല്ലേ കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തേക്കും സന്തോഷത്തോടെ ഈ വീട്ടിൽ താമസിക്കാൻ പോലും പറ്റാത്തതെന്ന രൂപത്തിൽ തക്ക മറുപടി മഞ്ജുവും കൊടുക്കുന്നു. എങ്കിലും കണ്ണനോടും മഹാലക്ഷ്മിയോടും ഇപ്പോൾ അധികം താമസിക്കുന്നതിന് മുമ്പിട്ട് പ്രതാപൻ വഴി ക്രൂരത കാണിക്കാൻ പോകുകയാണല്ലോ. അവരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് സ്വത്തും പണവും നേടിയെടുക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ മകളെയും മരുമകനെയും പിണക്കണ്ട എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഉണ്ണിയെ വിലക്കുന്നുണ്ട്. വഴക്കുണ്ടാക്കണ്ട, എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം നോക്കി നിന്നാൽ മതിയെന്ന് ഉണ്ണിയെ കണ്ണ് കാണിച്ച് ദുർഗയാണെങ്കിൽ പറയുന്നത് കേട്ടിട്ട് ദുർഗയും ഉണ്ണി അങ്ങ് പോകുന്നുണ്ട്. അപ്പം മഞ്ജു പറയുന്നുണ്ട്, രണ്ടുപേരും എന്തൊക്കെയോ പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കുക, അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് ആ നമ്മുടെ നാത്തൂനുണ്ടല്ലോ കരുണ തിരിച്ചു പോയതിലും ഒക്കെ എന്തൊക്കെയോ ഒരു പന്തികേടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു സംശയം തോന്നി. സാഗറാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മാർക്കോയെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ കണ്ണനും മഹാലക്ഷ്മിയും ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോയിട്ടുണ്ടെന്നും ഈ വീട്ടിലെ ചില ആളുകളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ദുരൂഹതയുണ്ടെന്നുള്ളൊരു സംശയം തോന്നുന്നു എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, സാഗർ എന്തായാലും പേടിക്കേണ്ട, പറഞ്ഞത് നന്നായി, അവർക്ക് യാതൊരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് മാർക്കോയാണെങ്കിൽ കോൾ കട്ട് ചെയ്യുന്നു. അതേസമയം കണ്ണൻ മഹിയോടായിട്ട് പറയുന്നു, നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് യാത്ര ചെയ്തിരിക്കുന്നത്, ഈ പോക്കിനങ്ങ് മേലോട്ടേക്ക് പോകണം, ഒരിക്കലും തിരിച്ചു വരരുതെന്നായിരിക്കും അവരാഗ്രഹിക്കുന്നതെന്ന് പറയുമ്പം അതിന് സംശയമുണ്ടോ? കരുണയാണെങ്കിൽ ഇന്ന് എന്നെ കാണാൻ സ്നേഹത്തോടെ വന്നു എങ്കിലും അവൾ കാണിക്കുന്നത് വെറും ഒരു നാടകമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നല്ലാതെ എത്രാമത്തെ തവണയാണ് അവൾ നമ്മളോടൊക്കെ സ്നേഹം നടിച്ചു നിന്ന് ചതിച്ചിട്ടുള്ളത്? മഞ്ജുവിനെ പോലെ ഒരിക്കലും കരുണയും ഉണ്ണിയൊന്നും വിശ്വസിക്കാനാകില്ല എന്ന് കണ്ണനും പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കാറിൽ കയറി യാത്ര ചെയ്യുന്ന അതേസമയം മാസ്ക് ഒക്കെ ഇട്ടിട്ട് പ്രതാപനാണെങ്കിൽ തൻ്റെ ആയുധമായിട്ടുള്ള മകന് തുല്യം സ്നേഹിക്കുന്ന ആ ലോറിയുമായിട്ട് കണ്ണൻ പോകുന്ന വണ്ടിയുടെ നേർക്ക് പാഞ്ഞു വരുന്നുണ്ട്. അപ്പം അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഈ അപകടത്തോടെ കണ്ണനും മഹാലക്ഷ്മിയും മാത്രമല്ല, അവരെ രണ്ടുപേരും ജീവന് തുല്യം സ്നേഹിക്കുന്ന, അവരുടെ എല്ലാ നാടകങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു ഉറ്റ സുഹൃത്തുണ്ടല്ലോ സുമേഷ് എന്ന് പറയുന്ന കാർ ഡ്രൈവർ, അയാളും കൂടി മേലേക്ക് പോകട്ടെ. അപ്പം പരലോകത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിക്ക് നിറവേറ്റാൻ അയാൾ കൂടെ ഉള്ളത് നല്ലതാണെന്നൊക്കെ തമാശ മട്ടിന് പറഞ്ഞുകൊണ്ട് ലോറിയുമായിട്ട് പാഞ്ഞു വരുന്നുണ്ട്. ആ സമയം ഓപ്പോസിറ്റ് കണ്ണനും മഹാലക്ഷ്മിയും ഡ്രൈവ് ചെയ്തു വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൻ്റെ അച്ഛനെയും അപകടപ്പെടുത്താൻ ശ്രമിച്ച് കണ്ണൻ്റെ അച്ഛൻ്റെ ജീവൻ അപഹരിച്ച പ്രതാപന് അടുത്തിടയ്ക്ക് കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് വല്ലാതെ ശല്യം ചെയ്തിരുന്നു. പക്ഷേ മകളുടെ വിഷമം കണ്ടിട്ട് ആത്മാവിനെയും പ്രേതത്തെയും ഭൂതത്തെയും നിയമത്തെയും പോലീസിനെയും ആരെയും പേടിയില്ലാണ്ട് എത്രയും പെട്ടെന്ന് തൻ്റെ ശത്രുക്കളുടെ ജീവൻ അപഹരിക്കുക എന്ന ആ ഒരു തീരുമാനത്തോടെ വരുന്ന പ്രതാപനെ നേരിടാൻ മിക്കവാറും ദൈവങ്ങൾ മാത്രമായിരിക്കില്ല, കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവും കൂടി കണ്ണന് സംരക്ഷണം ഒരുക്കി വരുമായിരിക്കും. കാരണം ആക്സിഡൻ്റ് ഉണ്ടാവാൻ ഒരിക്കലും സമ്മതിക്കില്ല. മാർക്കോയാകട്ടെ, സിദ്ധയായ ദേവി മുത്തശ്ശിയാകട്ടെ, അതുപോലെ കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവും ഉള്ളതുകൊണ്ട് തന്നെ പ്രതാപന് എന്തോ ഒരു വലിയ തിരിച്ചടി ഇന്നത്തെ ദിവസം തന്നെ കിട്ടും. മേഘനെ പോലെ ഇനി തളർന്നു കിടക്കാൻ പോകുന്നത് പ്രതാപൻ തന്നെയായിരിക്കും. ഈ ഞെട്ടിക്കുന്ന വാർത്തയറിഞ്ഞ് കരുണ ആകെ മനസ്സ് തകർന്ന് ഇനി എന്ത് തീരുമാനം എടുക്കുമെന്ന് കാത്തിരിക്കാം. എന്തായാലും കണ്ണനെയോ മഹാലക്ഷ്മിയോ ഈ ശത്രുക്കൾക്കൊന്നും ഒന്നും ചെയ്യാനാകില്ല എന്ന് മാത്രമല്ല, ഇന്നത്തോടെ പ്രതാപൻ്റെ അഹങ്കാരവും തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാത്തിരിക്കാം ആ ഒരു നിമിഷത്തിനായിട്ട്.